സാഹചര്യം. വൃന്ദ, ചാല മാർക്കറ്റിലെ പച്ചക്കറി കടകൾക്കിടയിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. അതേ ചാല മാർക്കറ്റിലേക്ക് ആളുകളുടെ പ്രവാഹമാണ്. വൈകിട്ടോട് കൂടി തന്നെ സാധനങ്ങളെല്ലാം വാങ്ങി വീട്ടിൽ ഒതുക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ തിരക്ക് നമുക്ക് കാണാം. ചിലരൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ട്. ചേച്ചി, ഓണം പർച്ചേസ് ആണോ? അതെ, എല്ലാം വാങ്ങിയോ? വാങ്ങിക്കൊണ്ടിരിക്കണം. വിലയൊക്കെ എങ്ങനെയുണ്ട്? വിലയൊക്കെ നമ്മളിങ്ങനെ അന്വേഷിച്ച് നടക്കണം, എന്നാലേ നമുക്ക് ആ പൈസയ്ക്കൊക്കെ കണക്കായിട്ടുള്ളത് കിട്ടുള്ളൂ. കുറച്ച് വില കൂടുതലാണ്. ഡ്രസ്സൊക്കെ എടുത്തോ? ഓണക്കോടിയൊക്കെ എടുത്തോ? ചേട്ടനുണ്ടോ? ചേട്ടൻ എങ്ങനെയുണ്ട്? വിലയൊക്കെ എങ്ങനെയുണ്ട്? കുഴപ്പമില്ലാതുണ്ട്. ഓണത്തിനല്ലേ നമുക്ക് മേടിച്ചല്ലേ പറ്റുള്ളൂ. എല്ലാം വാങ്ങിയോ? ലിസ്റ്റിൽ ഇനി എന്തെങ്കിലും? വാങ്ങിക്കൊണ്ടിരിക്കുന്നു. ഡ്രസ്സ് കഴിഞ്ഞിട്ട് ഇവിടെ കയറി ഓണക്കോടി വാങ്ങിയിട്ട് വന്നു. തുടങ്ങുന്നേ ഉള്ളൂ. ഓക്കെ, ഇന്നുകൊണ്ട് തീർക്കണം. രാത്രിയാവും വീട്ടിൽ കയറുമ്പോ. ഇന്നിപ്പോ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് രാത്രിയാവും വീട്ടിൽ കയറി കഴിയുമ്പോൾ വീട്ടിലെ പണികളൊക്കെ ഒരുവിധം പൂർത്തിയാക്കിയിട്ട് ഇറങ്ങുന്നവരായിരിക്കും. കാരണം വീട്ടിലെ ഒരു സാധനം പോലും ഈ വൃത്തിയാക്കാതെ ഇരുത്തില്ല മലയാളികൾ. ഓണമായി കഴിഞ്ഞാൽ എല്ലാ സാധനങ്ങളും വൃത്തിയാക്കി വെച്ച് പുതിയ സാധനങ്ങളൊക്കെ തന്നെ ആവശ്യമുള്ളതൊക്കെ വാങ്ങി വെച്ചതിന് ശേഷമായിരിക്കും ഈ പച്ചക്കറികളൊക്കെ വാങ്ങാനായിട്ട് മലയാളികൾ ഇറങ്ങുക. പൊതുവെ അങ്ങനെയാണ്. അതിനുശേഷം പിന്നീട് രാത്രിയാണ് ഈ സത്യവട്ടങ്ങൾക്കുള്ള ഒരുക്കങ്ങളൊക്കെ തന്നെ നടത്തുക. ഈ വാഴയിലൊക്കെ പൊന്നും വിലയാണെന്നാണ് നമ്മൾ കേട്ടത്. ചേച്ചി, വാഴയിലയുടെ വിലയൊക്കെ എങ്ങനെയുണ്ട്? വാഴയുടെ വിലയൊക്കെ ഭയങ്കര വില തന്നെ. വീട്ടിൽ വാഴയൊന്നും ഇല്ല? ഇല്ല, വാങ്ങിയേ പറ്റൂ. എങ്ങനെയുണ്ട് ഏട്ടാ വിലയൊക്കെ? വില നമ്മളിപ്പോ 5 രൂപയ്ക്ക് കൊടുക്കണം. വില കുറവാണോ? വില കുറവാണ്. ഇതിപ്പോ എവിടെന്നാ? ഇതിപ്പോ നമ്മളെ നാട്ടിൽ നിന്ന്. നമ്മുടെ നാട്ടിലെ? അപ്പൊ പുറത്തുനിന്നുള്ളതാണ് ഈ വില കൂടുതൽ ഉള്ളതാണ്. വില കൂടുതൽ 15ഉം 10ഉം ഒക്കെ ഉണ്ട്. നമ്മൾ 5 രൂപയ്ക്ക് കൊടുക്കണം. ഈ ഓണസദ്യ നമുക്ക് പ്ലാസ്റ്റിക് ഇലയിലൊന്നും പറ്റില്ല. അത് പറ്റില്ല, ഇലയിൽ തന്നെ ഉണ്ണണം. എങ്ങനെ ചേച്ചി, സാധനങ്ങളൊക്കെ വാങ്ങിയോ? എല്ലാം വാങ്ങി. കുഴപ്പമില്ല. എങ്ങനെയുണ്ട് വില? വർഷങ്ങൾ കൂടുന്തോറും വില കൂടുതൽ തന്നെയാണ്. വില കൂടുതലാണ്, ഭയങ്കര കൂടുതലാണ്. പൂക്കളൊന്നും വാങ്ങിയില്ല? ഇല്ല, ഇനി തന്നെ വാങ്ങിക്കണം. ഹലോ, ഓണക്കോടി എടുത്തോ? വാങ്ങിയോ? പേരെന്താ? ദീക്ഷിത്. എത്രാം ക്ലാസ്സിലാ? UKG. ഓണക്കോടി എന്താ എടുത്തേ? ഷർട്ടും ഉണ്ട്. ആണോ? ഇഷ്ടപ്പെട്ടത് തന്നെയാണോ അമ്മ എടുത്തന്നെ? ഓക്കെ. അപ്പോ വാഴയിലേക്കൊക്കെ നല്ല വിലയാണെന്നാണ് നമ്മൾ കേട്ടത്. ഇതിപ്പോ നാട്ടിൽ നിന്നുള്ള വാഴയിലായതുകൊണ്ട് വില കുറവില്ല എന്നുള്ളതാണ് ചേട്ടൻ പറയുന്നത്. പുറത്ത് തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ഇലയ്ക്കാണ് വില കൂടുതൽ എന്നുള്ളതാണ് കച്ചവടക്കാരൊക്കെ തന്നെ പറയുന്നത്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓണമായതുകൊണ്ട് തന്നെ നമുക്ക് ഈ പ്ലാസ്റ്റിക് ഇലയിലൊന്നും ഇട്ട് സദ്യ ഉണ്ടെന്നത് നമുക്ക് മലയാളികൾക്ക് പൊതുവെ ശീലമില്ലാത്തൊരു പരിപാടിയാണ്. അതിപ്പോൾ ഓണത്തിന് മാത്രമല്ല, കല്യാണങ്ങൾക്കായാലും എവിടെ വാഴയിലും ഉണ്ടോ അത് തേടി പിടിച്ച് കൊണ്ടുവരുന്ന ശീലക്കാരാണ് മലയാളികൾ. അതുകൊണ്ട് തന്നെ വാഴയിലയ്ക്കൊക്കെ എത്ര വിലയായാലും നമ്മളത് വാങ്ങിക്കും. ചേച്ചി, എല്ലാം വാങ്ങിയോ? പോയോ? എല്ലാം വാങ്ങിയോ ചേച്ചി? വാങ്ങിയോ? വിലയൊക്കെ എങ്ങനെയുണ്ട്? ലാഭമുണ്ട്. ചേട്ടാ, ഒന്നുമില്ല, എല്ലാം വില കുറവ്. ഓണം വില കുറവ്. ചേട്ടാ, എങ്ങനെയുണ്ട് വിലയൊക്കെ? കുഴപ്പമില്ല, എല്ലാം കിട്ടുന്നുണ്ട്. അത്യാവശ്യം വിലയൊക്കെ ഉണ്ട്, കുഴപ്പമില്ല. എല്ലാം വാങ്ങിയോ? സാധനങ്ങളൊക്കെ വാങ്ങിയോ? കുറച്ചും കൂടെ ഒക്കെ ഉണ്ട് വാങ്ങിക്കാം. കുറച്ചുകൂടെ ഉണ്ട്. ഓണക്കോടിയൊക്കെ എടുത്തോ എല്ലാവരും? ഓണക്കോടിയൊക്കെ എടുത്തു. വില എല്ലാ സാധനങ്ങളും വാങ്ങിക്കുന്നതിന്റെ തിരക്കിൽ തന്നെയാണ് ആളുകൾ. ചേട്ടാ, എങ്ങനെയുണ്ട് വിലയൊക്കെ? എങ്ങനെയുണ്ട് പച്ചക്കറി? നല്ല വിലയാണ്. നല്ല വില കൂടുതലാണ്. ഈ പൂക്കളൊക്കെ കുഴപ്പമില്ല. വീട്ടിലേക്ക് പോവാം. നേരത്തെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്നവരുണ്ട്. ഇനി രാത്രി ആയി കഴിഞ്ഞാൽ ചാലയിൽ നിന്ന് ഇറങ്ങാൻ കഴിയൂ എന്ന് പറഞ്ഞ് നിൽക്കുന്നവരൊക്കെ ഉണ്ട്. എന്തായാലും വൃന്ദ, വലിയ തിരക്ക് ഈ ചാലയിൽ മാത്രമല്ല, നമ്മുടെ കിഴക്കേക്കോട്ടയിലൊക്കെ തന്നെ ഇതിനോടകം വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. കാരണം ഈ പറ്റുന്ന സ്ഥലങ്ങളാണ്. കാരണം ഇവിടെ നിന്ന് പച്ചക്കറി വാങ്ങി പിന്നെ ഇനി അടുത്ത് ഓണക്കോടിയോ അല്ലെങ്കിൽ മറ്റ് പലവ്യഞ്ജനങ്ങളോ ഒക്കെ വാങ്ങാൻ അടുത്ത സ്ഥലം തേടി പോകേണ്ട കാര്യമില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞതുപോലെ ഇവിടെ നിന്ന് പച്ചക്കറി വാങ്ങിയതിനു ശേഷം പിന്നീട് നമ്മൾ ഈ പുറത്തേക്ക് ഇറങ്ങി പൂക്കളുണ്ട്. അത്തപ്പൂക്കളം ഇടാനൊക്കെ ഉള്ളവർക്ക് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പൂക്കളുണ്ട്. അതിന്റെ സമീപത്ത് തന്നെ മറ്റ് തുണിക്കടകളും അതുപോലെ തന്നെ മറ്റ് ഫാൻസി കടകളും ഒക്കെ ഉണ്ട്. അവിടെ നിന്ന് അടുത്ത സാധനങ്ങൾ വാങ്ങാം. അങ്ങനെ തേടി അലഞ്ഞു പോകേണ്ട കാര്യമില്ല. ഒരു സ്ഥലത്തുനിന്ന് കയറി നമ്മൾ ഇറങ്ങുന്നതിനിടയ്ക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും വാങ്ങിക്കാൻ കഴിയുമെന്നുള്ളതാണ്. ചേച്ചി, സാധനങ്ങളൊക്കെ വാങ്ങിയോ? നിങ്ങൾ എവിടെ ജോലി കഴിഞ്ഞിട്ട് വന്നതാ? നമ്മൾ എയർപോർട്ടിൽ നിന്ന് ജോലി കഴിഞ്ഞ് വന്നത്. എയർപോർട്ടിൽ ജോലി കഴിഞ്ഞിട്ട് വന്നതാ. ഇനി സമയമില്ല. ജോലി കഴിഞ്ഞ് വാങ്ങിക്കൊണ്ട് പോവാ. എന്തൊക്കെ ചേച്ചി ഇങ്ങോട്ട് തന്നെ? നാളെ എന്തൊക്കെയാ സദ്യ വട്ടം?
എന്താ പായസം എന്താ ചേച്ചിക്ക് നാണം വരുന്നു? പായസം എന്താ? കടല പായസം. വേറെ എന്തെങ്കിലും സ്പെഷ്യൽ ഐറ്റംസ് ഉണ്ടോ? ഇല്ല. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? എന്റെ ഭർത്താവ് 2 മക്കളും. മക്കൾക്ക് ഇഷ്ടപ്പെട്ടതാണോ കടല പായസം? ആണ്. മക്കൾക്ക് ഇഷ്ടപ്പെട്ട പായസമൊക്കെ അമ്മമാര് ഓണക്കാലത്ത് ഉണ്ടാക്കും. അതെ. ചേച്ചിക്ക് ഏതാ ഇഷ്ടം? എനിക്ക് അത് തന്നെ ഇഷ്ടം. സാധനങ്ങളൊക്കെ വാങ്ങി ഓണക്കൊടിയൊക്കെ എടുത്തോ? എടുത്തു. ചേച്ചി നാളെ എന്തൊക്കെയാ? നാളെ ഡ്യൂട്ടി ഉണ്ട്. കാര്യം വീട്ടിൽ വേക്കിട്ട് പോയിട്ട് ഡ്യൂട്ടി നേരത്തെ വരും. ആണോ? ജോലിക്ക് പോകണം? നാളെ ജോലിക്ക് പോകണം, ലീവില്ല നമുക്ക്. അപ്പൊ സദ്യ എങ്ങനെ കഴിക്കും വീട്ടില്? സദ്യ വീട്ടിൽ 1 മണിക്ക് ചട്ടി കഴിഞ്ഞ് വരും. വരും. എന്നിട്ട് കഴിച്ചിട്ട് വീണ്ടും പോണോ? പിന്നെ പോണ്ട. ഉച്ചയ്ക്ക് സദ്യ കഴിക്കാൻ നേരത്ത് വരും. എല്ലാം വാങ്ങിയെല്ലാം? എല്ലാം വാങ്ങി. എന്തെങ്കിലുമൊക്കെ വിട്ടുപോയിട്ടുണ്ടോ? എന്തെങ്കിലുമൊക്കെ വിട്ടുപോയിട്ടുണ്ടോ? ഇല്ല, ഇനി വാങ്ങിച്ചു. ഇപ്പൊ വന്നതേ ഉള്ളൂ. വാങ്ങിക്കുന്നേ ഉള്ളൂ. തുടങ്ങിയതേ ഉള്ളൂ. ഓക്കെ, ശരി, നടക്കട്ടെ. ഹാപ്പി ആണോ? അപ്പൊ അവർക്ക് നാളെ ജോലിക്ക് പോകണം. തിരക്കിൽ തന്നെയാണ് ഉള്ളത്. സമയത്ത് തിരുവോണത്തിനുള്ള അവസാനവട്ട ഒരുക്കത്തിലാണ് മലയാളികളെല്ലാം തന്നെ ഉള്ളത്. ഓരോരോ സാധനങ്ങൾ ഒന്നും വിടാതെ ഇങ്ങനെ വാങ്ങിക്കൊണ്ട് നടക്കുകയാണ്.